അറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ കർമ്മങ്ങളും ഒക്കെ തൃപ്തിപ്പെട്ട് ആ തറവാട് കുളിർമയോടുകൂടി ജീവിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അതിൻ്റേതായ കൊട്ടിലകത്തും പടിഞ്ഞാറ്റിയിലും ആ ചൈതന്യത്തിനെ കുടിയിരുത്തിയിട്ടുണ്ടാവും. അത് കാലക്രമത്തിൽ അതിന് ജീർണത സംഭവിക്കും. ഞാൻ പറഞ്ഞത് ആ ജീർണത സംഭവിക്കുമ്പം അതിനെ യഥാശക്തി ബാലാലയത്തിലിരുത്തി ആ തറവാട് വേണ്ടുന്ന വിധത്തിൽ പുനർനിർമ്മാണം ചെയ്യാനായിട്ട് ഋഷീശ്വരന്മാരും അതിനായിട്ട് നമ്മൾ ഭാവിക്കുകയാണ്. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാലാലയത്തിലിരിക്കുമ്പം സുഖമായിട്ടുള്ള താമസമല്ല, ക്ലേശവാസം എന്നാണ് പറയുക. വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. നമുക്ക് തന്നെ അറിയാവുന്നൊരു ഗൃഹത്തിൽ താമസിക്കുമ്പം അവിടെ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുറിയിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ബാക്കി ഒരു കാര്യങ്ങളില്ല, അത്യാവശ്യം അവനവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യും. അപ്പം ആഘോഷാദികളൊന്നും, അല്ലെങ്കിൽ ആഘോഷാദികളെ എഴുന്നള്ളിപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാം എന്തൊക്കെ ചടങ്ങുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അതാത് ദിവസങ്ങളിൽ അടിയന്തരമായിട്ട് ഏറ്റവും ചുരുക്കത്തിൽ അവിടെ മാത്രം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്ലേശവാസമാണ്. അപ്പം ക്ലേശവാസത്തിൻ്റെ നമ്മളെ രക്ഷിക്കുന്നതായ ആ ചൈതന്യത്തിന് ക്ലേശവാസം നമുക്ക് ഒരിക്കലും നന്നല്ലല്ലോ, നമ്മുടെ ഗുണത്തിനാവില്ല. അപ്പം എന്ന് പറഞ്ഞാൽ അത് പുനർനിർമ്മാണം ചെയ്യാതെ കണ്ടിരിക്കാനും പറ്റില്ല. അപ്പം എത്രയും പെട്ടെന്നെന്നാണ് പറയുക. നാളെ തന്നെ സാധിക്കുമെങ്കിൽ അങ്ങനെ. എന്തായാലും മനുഷ്യനിർമ്മിതമായിരിക്കുന്ന സ്ഥലമുണ്ട്, സാധനങ്ങളുണ്ട്, ഒരു കെട്ടിടമൊന്നും നാളെയൊന്നും പറഞ്ഞാൽ നടക്കില്ല. അപ്പം അതിനൊരു സാമാന്യം ഒരു കാലാവധി നിശ്ചയിക്കുകയാണ്. ഉദാസീനത കൂടാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആ തറവാട് മിനിങ്ങാന്ന് പറഞ്ഞല്ലോ, ആദിത്യനൊന്നാണെങ്കിലും ഓരോരോ പാത്രം വെച്ചാലും അതിലൊക്കെ ആദിത്യനെ കാണും എന്ന് പറഞ്ഞ പോലെ ഈ തറവാടിൻ്റെ എല്ലാ ചൈതന്യങ്ങളും നിങ്ങളിൽ എല്ലാവർക്കും ഓരോരുത്തരും ആ തറവാടിൻ്റെ ഗുണത്തോടു കൂടിയാണ് കാണുന്നത്. അതിൽ മറ്റൊരു ഭേദമൊന്നുമില്ല. മാനുഷികമായിരിക്കുന്ന മനസ്സിൻ്റെ അഭിപ്രായ ഭേദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ തറവാടിനെ പുനരുദ്ധരിക്കുക എന്നുള്ളത് ഒറ്റ ഐകമത്യത്തോടുള്ള ഒറ്റ ഇതാണ്. അതിന് വേണ്ടുന്നതായ നല്ല വഴികൾ ഉണ്ടാക്കുക, അതേപോലെ ആ തറവാട് പൂർണ്ണമായിട്ടും യഥാശക്തി അതാത് കാലത്തിനുള്ള അനുയോജ്യമായിട്ടുള്ള ഏറ്റവും മനോഹരമായ രീതിയിൽ പണിത് ഉയർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. എങ്കിൽ ആ കടമ നിർവഹിച്ചാൽ മാത്രമേ പൂർവികന്മാരും ചൈതന്യവും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിച്ച് തരാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ തറവാടിനെ പുനർനിർമ്മിക്കാൻ ഭാവിക്കുമ്പോൾ ബാലാലയം ചെയ്യണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്ലേശവാസമാണെന്ന്. ആ ക്ലേശവാസം അനവധി കാലമൊന്നും സാധിക്കില്ല. അപ്പോൾ അത് നമുക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയൊരു കാലാവധി നിശ്ചയിച്ച് നമ്മൾ അതിനുള്ളിൽ ആ തറവാടിൻ്റെ പുനർനിർമ്മാണം ചെയ്ത് കുടിയേറി കഴിഞ്ഞാൽ ആ ചൈതന്യത്തിനെ യഥാശക്തി തിരിച്ച് പൂർവാധികം ഭംഗിയായി പൂർവികന്മാരെ ഏത് തരത്തിലാണോ ഉദ്ദേശിച്ചത് അതേപോലെ പുനഃസ്ഥാപിച്ചോളാം എന്ന് സത്യം ചെയ്തിട്ട് വേണം ഇവിടെ സ്ഥാപിക്കാനായിട്ട്. അപ്പോൾ അതിനൊരു കാലാവധി നിശ്ചയിക്കണം. ഏറ്റവും ചുരുങ്ങിയ കാലാവധിയാണ് പറയേണ്ടത്. പറ്റുകയാണെങ്കിൽ, പക്ഷേ കാലാവധി പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, സത്യലംഘനം വരാതെ കണ്ട് നടണം. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ വിചാരിച്ചതുപോലെ മുഴുവൻ നടന്നോളണമെന്നൊന്നുമില്ല. അപ്പോൾ നാളെ എന്നൊക്കെ വിചാരിച്ചാലും പലതരത്തിലുള്ള തടസ്സങ്ങളോ, അല്ലെങ്കിൽ ആ ദേവിക്കൊരു സമയമുണ്ട്, ദേവി തന്നെയാണ് നമ്മളെ നടത്തി തരുന്നത്. അതുകൊണ്ട് ആ ദേവിയുടെ സാക്ഷിത്വത്തോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഒരേ തരത്തിൽ പ്രയത്നിച്ച് അതിനെ മനോഹരമാക്കി പ്രതിഷ്ഠിച്ചോളാം, അല്ലെങ്കിൽ പ്രതിഷ്ഠ കഴിപ്പിച്ചോളാം എന്നൊരു വാക്ക് തന്നാലേ നിങ്ങൾക്ക് കഴിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് എല്ലാവരും കൂടി ആലോചിച്ച്, നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം അനവധി സമയമൊന്നും ഉണ്ടാവില്ല, ആലോചിക്കുക, എല്ലാവരോടും ഒന്ന് പറയുക, ഇന്നത്ര കാലത്തിനുള്ളിൽ നമുക്ക് പ്രതിഷ്ഠ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇന്ന് മുതൽ ആ പ്രതിഷ്ഠ കഴിഞ്ഞാൽ അവിടെ കുടിയിരുത്തി കളിയാടി കഴിയുന്നവരെന്ന്, അതായത് ആ രൂപം കോലധാരികൾ ആ ശരീരത്തിലേക്ക് പകർത്തി കളിയാടി കഴിയുന്നവരെ നമുക്ക് ആ ജാഗ്രത വേണം. അത് തിരിച്ച് പുനഃസ്ഥാപിച്ചിട്ട് അപ്പോഴേ ആ സന്തോഷം പൂർണ്ണമായിട്ടാവുള്ളൂ. അതോടുകൂടിയേ നമുക്കും നമ്മുടെ തലമുറയ്ക്കും സർവോപരി ദേശത്തിനും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാക്കുക. അപ്പോൾ അത് കാലാവധി പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, കുറച്ച് പറഞ്ഞോളൂ, എല്ലാവരും കേൾക്കണം.